ഓരോ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. ആ കാടിൻ്റെ ഉള്ളിലൊക്കെ മരങ്ങളൊക്കെ നോക്കി നല്ല വലിയ മരങ്ങളാണ്. കുറേ ആളുകളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇവിടെ താഴേക്ക് ഇറങ്ങി പോകട്ടോ. ആ ഒരു കാട്ടിലേക്ക് ഞാൻ ഇത് സംഭവം പൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം നടന്നു പോകാണ്ട്. ഇതിൻ്റെ അറ്റൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നു പോകുന്നു. ഈ കാട്ടിൽ കൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോവാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മളുള്ളത് നിലമ്പൂർ ചന്തക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെ നിന്ന് ഒരു 200 മീറ്റർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ ചാർജ് കുറവുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ചാർജ് കുറവുണ്ട്. പിന്നെ ക്യാമറയൊക്കെ ആയിട്ട് കയറണമെങ്കിൽ ഇതിനുള്ള പ്രത്യേകം ചാർജ് അടയ്ക്കണം. അപ്പോൾ 1 കിലോമീറ്ററോളം ഉള്ളോട് പോകാണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മളോട് വണ്ടി എടുത്ത് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി പോകണം കേട്ടോ. അപ്പം നമുക്ക് വണ്ടി എടുത്ത് പോവാണ്. നമ്മൾ കൂടെ ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. എന്താ വെച്ചാൽ ഈ ഒരു റോഡ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞുള്ള റോഡാണ്. അതായത് കാടിനുള്ളിലൂടെയുള്ള റോഡാണ്. അപ്പോൾ ഇതിലെ നേരെ ആയിട്ട് ആളുകൾ ഊടുവഴികളിലൂടെ ആളുകൾ കയറി പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നടന്നു പോകുന്നവർക്ക് അങ്ങനെയും പോവാം. ഇവിടെ റോഡാണെങ്കിലും ടാർ ചെയ്ത റോഡാണെങ്കിലും റോഡൊക്കെ പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 റോഡുണ്ട്. അപ്പോൾ ഇതിലെ ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിഞ്ഞു പോവാണ്. അത്യാവശ്യം നല്ല കാടാണ്. മൊത്തം ചീവിടിൻ്റെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3/4 കിലോമീറ്റർ എന്തായാലും നമുക്ക് നടന്നു പോകാനായിട്ടുണ്ട്. ആളുകളൊക്കെ ഉണ്ടല്ലേ ഇതിലെ കയറി പോകുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ ഷോർട്ടായിട്ട് അവർക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് സമയം. ഞായറാഴ്ചകളിൽ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ തിങ്കളാഴ്ചയാണ് കേട്ടോ ലീവ്. തിങ്കളാഴ്ചയാണ് ഇവിടെ ലീവ്. ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ടൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാടിൻ്റെ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഫോറസ്റ്റിലേക്ക് നമ്മളെ ബംഗ്ലാവിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു ചാലിയാർ വ്യൂ ഡോമെട്രി ഉണ്ട്. ആ ഒരു ഡോമെട്രി എന്ന് പറയുന്നത് ഇവിടെ 10-25 ആളുകൾക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ്, അതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നിലമ്പൂർ DF ഓഫീസിൽ നിന്നാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്ന് ഒരു ദിവസമൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പം ഭക്ഷണം കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നാണ് നമുക്കറിയാൻ പറ്റിയ. ഒരാൾക്കെന്തോ 160 രൂപയോ അങ്ങനെ എന്താണ് വരുന്നത്. അപ്പോൾ നേരെ നമ്മൾ വണ്ടി ഉള്ളോട്ട് നിന്ന് ഇവിടുത്തെ മുറ്റത്ത് തന്നെ പാർക്ക് ചെയ്ത്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കാണുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ബംഗ്ലാവ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി ബംഗ്ലാവാണ്. നമ്മൾ വെള്ളി നക്ഷത്രം സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ബംഗ്ലാവാണെങ്കിലും അത് ഇതല്ല. അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കൊച്ചിയിലാണ് ആ ഒരു ബംഗ്ലാവ്. അപ്പം നമ്മളിതാ ഇവിടെ ആയിട്ട് ഒരാളൊരു പുറത്തെ ആ ഒരു റൂമിൽ ഒറ്റ സെക്യൂരിറ്റി ഉള്ളൂ കേട്ടോ ഇവിടെ നമ്മൾ കണ്ടുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ ടിക്കറ്റ് കാണിച്ച ശേഷം നമ്മൾ ഉള്ളോട്ടേക്ക് കയറാണ്. ഇതിൻ്റെ ആ ഒരു മുകളിലൊക്കെ കണ്ടില്ല നിങ്ങൾ, ആ ഒരു പാക്ക്, ആ പണ്ടത്തെ രീതിയിൽ വലിയ ബീം കണ്ടില്ല, മരത്തിൻ്റെ ബീമും, അതുകൊണ്ട് മരത്തിൻ്റെ പാക്കൊക്കെ അടിച്ചിട്ടുള്ള സംഭവമാണ്. ഇവിടെ ഈ ഒരു ബംഗ്ലാവിനുള്ളിൽ 5 മിനിറ്റ് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ തിരക്കൊക്കെ ആയി വരുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കൊലായിലേക്ക് തന്നെ കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതിൻ്റെ പാക്കുകളും കാര്യങ്ങളൊക്കെ ഒക്കെ അടിപൊളിയാണ്. ഫുള്ള് നമ്മുടെ നിലമ്പൂർ തേക്ക് കൊണ്ട് തന്നെ നിർമ്മിച്ചതാണെല്ലാം. ഇതിൻ്റെ ഫ്ലോറൊക്കെ ആണെങ്കിൽ നമ്മളെ ഒരു പണ്ടത്തെ ആ ഒരു രീതിയിലുള്ള ഫ്ലോറും കാര്യങ്ങളൊക്കെയാണ്. നേരെ ഒരു റൂമിലേക്ക്, ഒരു വരാന്തയിലേക്ക് കയറി കഴിഞ്ഞാൽ 2 വശത്തായിട്ട് 2 റൂമുകളാണ്. 2 റൂമും ഒരേ സെയിം രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2 ഡോറുകൾ പുറത്തുനിന്ന് കയറാനായിട്ടുണ്ട്. പിന്നെ ജനോലകളും. പിന്നെ നമ്മൾക്ക് ഈ ഒരു വരാന്തയിലേക്കുള്ള വഴിയാണ്. 2 റൂമിൽ നിന്നും ഈ ഒരു വരാന്തയിലേക്ക് കയറിയിട്ട് പിന്നെ വരാന്തയിൽ നേരെ ഉള്ളോട്ടേക്ക് കയറുന്നതോടെ തന്നെ മുകളിലേക്ക് കയറാനായിട്ടുള്ള കോണിയാണ്. ഈ ഒരു സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ ഏതായാലും നമുക്ക് മുകളിലേക്ക് പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് കുറച്ച് ഇടുങ്ങിയിട്ടുള്ളൊരു വഴി കേട്ടോ. നമ്മൾ പഴയ വീടുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇടുങ്ങിയ റൂമുകളും കാര്യങ്ങളൊക്കെ കാണാനാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു സ്റ്റെയറിൻ്റെ ഭാഗം മാത്രമേ കുറച്ച് ഇടുങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ റൂമുകളൊക്കെ
അതിവിശാലമായിട്ടുള്ള റൂമുകളാണ് കേട്ടോ. മൊത്തം ഇതിൻ്റെ പാക്ക് ഉണ്ടല്ലേ, ഇതിൻ്റെ ഫ്ലോറ്, ഈ രണ്ടാം നിലയുടെ ഫ്ലോറ് എന്ന് പറയുന്നത് നല്ല നമ്മുടെ നിലമ്പൂർ തേക്കിൽ ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് നേരെ പുറത്തേക്കുള്ള ആ ഒരു ബാൽക്കണി ഭാഗമാണ്, നമ്മൾ കണ്ട ആ ഒരു പോർച്ചിൻ്റെ മോൾ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ട് കുറച്ച് റിപ്പയറൊക്കെ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താ വെച്ചാൽ വെള്ള പെയിൻ്റ് അടിച്ച സീലിംഗ് ആയിരുന്നു ആദ്യത്തേത്. അപ്പോൾ അതൊക്കെ റിപ്പയർ ചെയ്തിട്ട് കണ്ടില്ലേ, വെള്ളയും മരത്തിൻ്റെ കളറായിട്ടുള്ള, അപ്പോൾ ഇതൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ജനവാതിലുകളാണ് കേട്ടോ. അത്രയ്ക്കും വായുസഞ്ചാരമൊക്കെ ഉള്ള അടിപൊളിയായിട്ട് മൊത്തം ജനലുകളാണ്. ആ പണ്ടത്തെ ഒരു രീതിയിലുള്ള ഒരു കളർ ചില്ലുകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഴയ സിനിമകളിലൊക്കെ ഓരോ ബിൽഡിങ്ങിൽ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാൽക്കണിയൊക്കെ അതിവിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നമുക്ക് വലിയൊരു ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഇങ്ങനത്തെ സ്ഥലത്ത്. ഈ ഒരു ജനവാതിലുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇതിന് കണ്ടില്ലേ പൊളി, അതിൻ്റെ കുറ്റി കുളത്ത് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മുകളിൽ ഗ്ലാസ് ഇട്ട ഡോറുകളും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള നല്ല അതിവിശാലമായ കാഴ്ചയാണ് കേട്ടോ. ദൂരേക്കുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ ആകാശപാത, ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം ഇതാ. അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഇതുപോലെ ഈ ഒരു ബാൽക്കണിയിലൂടെ നമ്മൾ ഈ വീടിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നടന്ന്, ചുറ്റുഭാഗം എന്ന് പറഞ്ഞാൽ ബാക്കിലില്ല, പക്ഷേ 3 ഭാഗത്തും ഇതുപോലുള്ള ബാൽക്കണിയിലൂടെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. അപ്പോൾ ഏത് വശത്തുനിന്നും ഈ റൂമിലേക്ക് കയറാനുള്ള ഡോറുകളും ഉണ്ട് കേട്ടോ. റൂമിൻ്റെ എല്ലാ ഭാഗത്തും ഡോറുകളാണ്. ഓരോ റൂമിലേക്ക് നമുക്കിങ്ങനെ കയറി നടന്നു പോവാം. ഇത് ഇപ്പുറത്തെ ഭാഗത്തെ ബാൽക്കണിയാണ്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് വൃത്തികേടായി കിടക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആളുകളുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അവരുടെ മുഖത്തേക്ക് ക്യാമറ പിടിക്കണ്ട വിചാരിച്ചിട്ടാണ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ബാക്ക് സൈഡിൽ ഇവിടെ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് സൈഡിലും ബാൽക്കണി ഉണ്ട് കേട്ടോ. അത് നേരെ നമുക്ക് ആ സൈഡിൽ കൂടെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. റൂമിൽ കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തും ബാൽക്കണി ഉണ്ട്. പുറത്തേക്ക് കാടും കാര്യങ്ങളാണ്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ അതിൻ്റെ ഒരു മുകൾ ഭാഗത്തേ നോക്കുക, എത്ര ഹൈറ്റാണെന്ന് പറയും ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തെ സീലിങ്ങിനൊക്കെ. അതിലൂടെ ഒരു ചെറിയ ഹോള്, ഗ്ലാസ് ഇട്ടൊരു ഹോള് ഉണ്ട് കേട്ടോ, വെളിച്ചം വരാനായിട്ടുള്ള. നല്ല റൂമിലൊക്കെ അത്യാവശ്യം വെളിച്ചമുണ്ട്, വലിയ കുറേ ഡോറുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് റൂം. നല്ല ഹൈറ്റുമാണ്, ചൂടോ കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥയാണ്. ഇവിടെ ആര് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെ ഒരു ചെറിയ വീട്ടിൽ നിന്നൊക്കെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ രീതിയിലുള്ള വീടല്ല കേട്ടോ ഇത്. നമ്മൾ ഫുള്ള് നല്ല വായുസഞ്ചാരമൊക്കെ ഉള്ള നല്ലൊരു കാലാവസ്ഥ, നിലത്ത് മരം എല്ലാം കൊണ്ടും അടിപൊളിയാണ്. വലിയൊരു ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് ജീവിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. നമ്മൾ വരുന്ന വഴിയാണ് കേട്ടോ, ദൂരേക്ക് നമുക്കിങ്ങനെ ഇതിലെ നോക്കിയാൽ കാണാം. അപ്പം നമ്മളിത് വീണ്ടും നമ്മൾ ചുറ്റി വന്നു കേട്ടോ. മൊത്തം നമ്മൾ ചുറ്റി വന്ന് ആ ഫ്രണ്ടിലെ ആ ഒരു പോർച്ചിൻ്റെ മുകളിലെ ആ ഒരു ലാൻഡിങ്ങിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴേക്ക് പോവാണ്. ഈ ഒരു സംഭവം മാത്രമാണ് കുറച്ച് ചെറുതായിട്ടുള്ളത് കേട്ടോ. പൊക്കം നമ്മൾ ആ മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താ പറയുക, നമ്മുടെ ഫോറസ്റ്റിലെ ഈ ഒരു തേക്ക് പ്ലാന്റേഷൻ നടക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തേക്കുകൾ കൊണ്ടാണ് മൊത്തം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ നല്ല ചെതലൊന്നും വരാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കണ്ടപ്പം. നമ്മളെ കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നല്ല എന്താ പറയുക മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്തിട്ട് സൂക്ഷിക്കുന്നുണ്ടാവും. ഇത് കുറേ ആയി ഇപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടല്ലേ ഈ സൈഡ്, ഈ ഡോറിൻ്റെ സൈഡിലൊക്കെ മർഫൊക്കെ തേച്ചിട്ടൊക്കെ ഉണ്ട്, സിമെൻറ്റ് കൊണ്ട് തേച്ച് റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത്, അതായത് പഴയ രീതിയിൽ തോന്നിക്കുന്ന രീതിയിൽ തന്നെ ഇതൊക്കെ ഒന്ന് പെയിൻറ്റൊക്കെ ചെയ്ത് എന്താ വെച്ചാൽ ഇതൊന്ന് അടിച്ച് തുടച്ച് കൊണ്ടുനടക്കാനുള്ള ആളുകൾ ഇത് അടിച്ച് വാരുന്നത് ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അത്ര ഒരു ക്ലിയർ അല്ല. പിന്നെ ഒന്നാമത് ആളുകൾ ചെരുപ്പിട്ടാണ് ഇതിനകത്ത് കയറുന്നത്, അങ്ങനെയുണ്ട്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു വരാന്ത എന്താ പറയുക, കൊലായി എന്നൊക്കെ പറയാം നമുക്ക്, ഇവിടെ സിറ്റ് ഔട്ട്, ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല സൗകര്യമാണ്. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ഓടുകളിൽ നിന്ന് വെള്ളമൊക്കെ വീഴുന്ന ആ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ആയിട്ട് തേച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഓടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇവിടെ കുറേ മരത്തിൻ്റെ പീസുകളൊക്കെ ബാക്കിയുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് വലിയൊരു ഫാമിലിക്കായിട്ട് ഇവിടെ നിൽക്കാൻ നല്ല രസമായിരിക്കും. നല്ലൊരു എന്താ പറയുക തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് മുകളിൽ കണ്ടില്ല ഓട്, അതിൻ്റെ അടിയിലായിട്ട് മറ്റേ ഡിസൈനായിട്ടുള്ള ഓട്, ഫ്ലോറൊക്കെ ആണെങ്കിൽ മുകളിലൊക്കെ മരമാണല്ലോ. പാക്ക്, പണ്ടത്തെ പാക്കടിക്കുക എന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ്. മരത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണ്.
ഇവിടെ കുറേ വർക്കുകളൊക്കെ നടന്ന് അതിൻ്റെ ബാക്കി മരങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പം കാര്യങ്ങളൊക്കെ പാച്ച് വർക്ക് ചെയ്ത് വെച്ച ചുമരൊക്കെ നല്ല ആ ഒരു പഴയ ഒരു ഇതിൽ തന്നെ നിർത്തിയിട്ടുള്ളത്. പണ്ടത്തെ ആ ഒരു പെയിൻറ്റും കാര്യമൊക്കെ പല സ്ഥലത്തും കാണുന്നുണ്ട്. വിറകിലേക്കുള്ള ഭയങ്കര കാടാട്ടോ, ഫുള്ള് കാടായി കിടക്കും. ഇവിടെ കമ്പിവേലി കാര്യങ്ങളൊക്കെ ഉണ്ട്. നിമ്പക്ക് ഇവിടെ ഒരു ആകാശവേ എന്ന് പറഞ്ഞിട്ടുള്ള ആകാശപാത പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്, അതിലൊന്നും കയറി വെക്കാം. ഇവിടുത്തെ ഡോറിലുള്ള ഗ്ലാസ് കണ്ടില്ലേ, ഇതൊക്കെ പുതുതായി എന്തോന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ കളറ് ചെറുതായി മാറിയത് പുതിയ ഗ്ലാസ് ഇട്ടുകൊണ്ടാണോ അല്ലെങ്കിൽ പഴയ ഗ്ലാസ് തന്നെ ഉപയോഗിച്ചാണോ അറിയില്ല. എന്തായാലും കളറിനൊരു മാറ്റം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം നോക്കൂലേ, എന്താ ഈ ഒരു ബംഗ്ലാവിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതൊക്കെ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ചുറ്റും കാടാണ് കേട്ടോ, ചുറ്റും കാടാണ്. അപ്പം നമ്മളൊരു കയറ്റം കയറി ഒരു ഉയർന്നൊരു സ്ഥലത്താണ് ഈ ഒരു ബംഗ്ലാവ് നിൽക്കുന്നത്. ആ ഒരു ഫ്രണ്ടിൽ അവിടെ ഉള്ളൊരു ആ ഒരു ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ഇപ്പോൾ ഉള്ളത്. താഴെയുണ്ട്, താഴേന്ന് ടിക്കറ്റ് എടുക്കുന്നിടത്ത് അവർ തന്ന് ഇവിടെ ഒരാളെയും കാണുന്നുണ്ട്, അത്രേ ആളുകളെ കാണുന്നുള്ളൂ. അപ്പം എന്തായാലും അടിപൊളി സംഭവമാണ്. ഇവിടെ ആയിട്ട് മരത്തിൻ്റെ ആ ഒരു തറയിലൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളിനി ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ആകാശപാത കാണാനായിട്ട് പോവാണ്. അപ്പം നേരെ സ്റ്റെപ്പ് കയറി അങ്ങ് പോവാണ് കേട്ടോ. നേരെ മരത്തിൻ്റെ അത്രയും ഹൈറ്റിൽ, 2 നിലയുടെ ഹൈറ്റിലാണ് നമ്മളിനി നടന്നു പോകാൻ പോകുന്നത്. ചീവിടുകളുടെ ഭയങ്കര ശബ്ദമാണ് കേട്ടോ. നമ്മൾ നിലമ്പൂരിൻ്റെ ഏത് ഭാഗത്ത് വന്നാലും ഇതാണ് അവസ്ഥ. എന്താ വെച്ചാൽ ഈ ഒരു മൊത്തം കാടുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഭയങ്കര ചീവിടിൻ്റെ ശബ്ദമാണ്. ഈ ഒരു മരമൊക്കെ നോക്കിയാൽ ഭയങ്കര ഒരു ഭംഗിയാണല്ലേ, നല്ല ഹൈറ്റും വണ്ണമൊക്കെ ഉള്ള മരങ്ങളാണ്. അപ്പുറത്തൊരു മരം നോക്കിയാൽ ഭയങ്കര തടിയുള്ള മരമാണ്. ഇവിടെ നിന്ന് താഴേക്കുള്ള കാഴ്ച നോക്കിയാൽ നല്ല ഹൈറ്റ് ഉണ്ട്. കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ നടന്നു പോകുന്നു. അപ്പം നമ്മൾ അവരുടെ മുഖത്തെയൊന്നും നമ്മൾ ക്യാമറ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നില്ല. ഒക്കെ ജോഡീസൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. ആകാശപാത എന്നാണ് ഇതിന് പറയുന്നത്. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അത്യാവശ്യം മരത്തിൻ്റെ ഉയരത്ത് തന്നെ നിൽക്കാം. അവിടെയൊക്കെ ഓരോ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. ആ കാടിൻ്റെ ഉള്ളിലൊക്കെ മരങ്ങളൊക്കെ നോക്കി നല്ല വലിയ മരങ്ങളാണ്. കുറേ ആളുകളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇവിടെ താഴേക്ക് ഇറങ്ങി പോകട്ടോ. ആ ഒരു കാട്ടിലേക്ക് ഇങ്ങനെ മരങ്ങളൊക്കെ ഇത് സംഭവം പൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം നടന്നു പോകാണ്ട്, ഇതിൻ്റെ അറ്റൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നു പോകുന്നു. ഈ കാട്ടിൽക്കൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോവാണ്. സംഭവം അടിപൊളി കേട്ടോ. നല്ല ഇരുമ്പിൻ്റെ ഗ്രില്ല് കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്. നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതുതായി നിർമ്മിച്ചാണോ അല്ല പഴയ കാലത്തുള്ളതാണോ എന്ന് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല കേട്ടോ. അതിനെപ്പറ്റി അറിയുന്ന ഒരു കമൻറ്റ് ബോക്സിൽ പറയട്ടോ. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണോ അല്ലെങ്കിൽ പുതുതായി നിർമ്മിച്ചതാണോ എന്നുള്ളത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെയൊക്കെ ഹൈറ്റ് ഉണ്ടല്ലേ, കാലിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ട്. ചുറ്റോട്ട് മൊത്തം കാടാട്ടോ. അവിടെയൊക്കെ ഓരോ സ്റ്റെപ്പുകളുണ്ട്, പണ്ടത്തെ ഓരോ വഴികൾ കാണുന്നുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോകുന്നത് അവിടെ കണ്ടില്ലേ, അവിടെ സ്റ്റെപ്പുകളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ താഴേക്ക് ഇറങ്ങി പോകുന്ന ഫോണൊക്കെ താഴേക്ക് വീണാൽ പിന്നെ അതിലേ പോയി എടുക്കേണ്ടി വരും. നല്ല ഒരു ചീവിടിൻ്റെ സൗണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു നിലമ്പൂർ ഭാഗത്ത് എവിടെ എത്തിയാലും പിന്നെ ചീവിടിൻ്റെ സൗണ്ട് കേൾക്കാം. കാട് കണ്ട് ഇവിടേക്ക് ഓരോ ലാൻഡിങ് ഉണ്ട് കേട്ടോ, അങ്ങനെ നിൽക്കാനുള്ള. ഇനി നമ്മൾ താഴേക്ക് പോവാണ്. ഇറങ്ങാൻ നല്ല സുഖമുണ്ട്. ഇനി കയറുന്ന നേരം എന്താ സ്ഥിതി അറിയില്ല. കണ്ടില്ല, ഇതിൻ്റെ കാലുകൾ കണ്ടില്ല, നല്ല അത്യാവശ്യം ഹൈറ്റിലാണ് ഇത് പോകുന്നത്. ശരിക്കും മൃഗങ്ങളൊക്കെ ഉള്ള കാടാണെങ്കിൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുപോകാൻ നല്ല രസമായിരിക്കും. താഴത്തേക്ക് കുറേ ടീം ഉണ്ടല്ലോ, അതൊക്കെ ഓരോ ടീംസ് കതറിഞ്ഞിരിക്കുന്നു.
ഇവിടെ ആയിട്ട് 2 ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ കവിതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ അറ്റത്തെത്തി. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ ആ റോഡിലൂടെ നടന്നു പോകുന്നുണ്ട്. അവിടെ ഡോർ ലോക്ക് ചെയ്തിട്ട് ചെയ്യാണ്. അപ്പോൾ ആ റോഡിലൂടെ പോയാൽ നമ്മൾ ഫസ്റ്റ് വന്ന ആ ഒരു വഴിയുടെ ആ ഭാഗത്തേക്ക് എത്തും. പിന്നെ നമ്മൾ തിരിച്ചു പോവാണ്. ഇറങ്ങിപ്പോകാൻ നല്ല സുഖം കിട്ടും. ഈ കുന്നിൻ്റെ ഏറ്റവും താഴെ എത്തിയിട്ടാണ് വീണ്ടും തിരിച്ച് കയറി വരാം കേട്ടോ. കയറി വരുന്നതാ കിതയ്ക്ക്. ഒരുപാട് സ്റ്റെപ്പ് കയറാണ്ട് തിരിച്ച് കയറാൻ അയ്യത്തിൽ ഇറങ്ങാൻ നിൽക്കണ്ട. പിന്നെ താഴത്തെ ഇറങ്ങാൻ അവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ പുറത്തിറങ്ങിയാൽ നടന്ന് എവിടെ എത്താറിയില്ല. നമ്മളെ വണ്ടി ബംഗ്ലാവിൻ്റെ മുറ്റത്തിൽ വെച്ച് എന്തായാലും തിരിച്ചടത്തണം. നമ്മൾ നടന്നതാ ഈ ബംഗ്ലാവിന് മുമ്പ് തന്നെ എത്തിയിട്ടോ. നമ്മളെ വണ്ടീൻ്റെ അടുത്തെത്തി. നമ്മൾ തിരിച്ചു പോവാണ്. നടന്ന് വേർത്തുകയാണ്. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നടന്ന് വേഗം പോകുന്നു കേട്ടോ. വേറെ ആളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമാണ്. ജോളിയായിട്ട് കുറേ സമയം ഇരിക്കുക, ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങളിലേക്കായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.